സിബി മലയിലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു യുവ സംവിധായകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പത്മകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാനായിട്ട് എന്താണ് കാരണം? എന്താണ് വിമർശനം? തീർച്ചയായും പത്മകുമാർ ഒരു മുൻ ദേശീയ അവാർഡ് ജൂറി അംഗമാണ്. അതോടൊപ്പം തന്നെ ആദ്യ കാലഘട്ടത്തിൽ അത് ദൂരദർശൻ അവതാരകനായിരുന്നു. അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു. നിവേദ്യം എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ വന്നു. പിന്നെ കുറേ സിനിമകൾ സംവിധാനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം സീരിയൽ രംഗത്തുമൊക്കെ സജീവമാണ്. അപ്പോൾ സിബി മലയിലിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ JSK എന്ന ചിത്രത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ സിബി മലയിൽ MB പത്മകുമാറിൻ്റെ സിനിമയ്ക്കും ഇത്തരത്തിൽ അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഈ പത്മകുമാറിൻ്റെ സിനിമയ്ക്ക് അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തി. MB പത്മകുമാറിൻ്റെ സിനിമ ഒരു ചെറിയ സിനിമയായിരുന്നെന്നും അതിൻ്റെ പേര് മാറ്റി സംവിധായകൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചെന്നും സിബി മലയിൽ പറഞ്ഞതാണ് പത്മകുമാറിനെ ഇപ്പോൾ ചോടിപ്പിച്ചിരിക്കുന്നത്. സിബി മലയിൽ തൻ്റെ സിനിമ ചെറിയ സിനിമയെന്ന് പറഞ്ഞതോടെ സിനിമ പുറത്തിറക്കാൻ സഹായിക്കാമെന്നേറ്റ ഡിസ്ട്രിബ്യൂട്ടർ പിന്മാറിയെന്ന് പത്മകുമാർ പറയുന്നു. തൻ്റെ സിനിമയ്ക്ക് നേരെ സെൻസർ ബോർഡിൽ നിന്ന് പ്രശ്നമുണ്ടായപ്പോൾ സിനിമാ സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെ പലരെയും സമീപിച്ചെന്നും ആരും സഹായിച്ചില്ലെന്നുമാണ് പത്മകുമാർ പറയുന്നത്. സൂപ്പർ താരങ്ങൾ അഭിനയിച്ചില്ലെങ്കിൽ അതൊരു മോശം പടമായി പോകുമോ എന്നാണ് സിബി മലയിലിനോട് പത്മകുമാർ ചോദിക്കുന്നത്. തൻ്റെ സിനിമ കാണാതെയാണ് സിബി മലയിൽ അഭിപ്രായ പ്രകടനം നടത്തിയതെന്നും പേര് മാറ്റിയാലും തൻ്റെ സിനിമയ്ക്ക് സ്വയം നിലനിൽക്കാൻ കഴിവുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു. പത്മകുമാർ എന്നൊരു സംവിധായകൻ്റെ ഒരു സിനിമയ്ക്ക് ഇതേപോലെ ഒരു പേര് സംബന്ധമായ വിഷയമുണ്ട്. അതിലും ജാനകി തന്നെയായിരുന്നു. ജാനകി എന്ന പേര് മാറ്റാതെ സെൻസർ ബോർഡ് അംഗീകരിക്കില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതൊരു ചെറിയ സിനിമയാണ്, ഫെസ്റ്റിവലുകൾക്ക് അയക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയാണ്. അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല. സംവിധായകൻ നേരിട്ടത് കൈകാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് സിബി മലയിൽ പറഞ്ഞത്. അതായത് ചെറിയ സിനിമയാണെന്നും അത് നമ്മുടെ ഇതിലേക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ സിനിമയെ ഒരു ചെറിയ സിനിമ വലിയ സിനിമ എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ചില സാഹചര്യങ്ങളെ വിവേകം കൊണ്ടാണ് നേരിടേണ്ടത്, വികാരം കൊണ്ടല്ലെന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ ഞാൻ എൻ്റെ വികാരം കൊണ്ട് നേരിടുകയാണ്. സിബി മലയിൽ സാറിനോട് ആര് പറഞ്ഞു എൻ്റെ സിനിമ അവാർഡ് സിനിമയാണ്, ചെറിയ സിനിമയാണെന്ന്? സൂപ്പർ താരങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ബജറ്റുള്ള സിനിമ അല്ലെങ്കിൽ അതൊക്കെ ചെറിയ സിനിമയായി പോകുമോ സാറേ? അത് പ്രേക്ഷകർ കാണേണ്ടതല്ലേ? സാർ ആ സിനിമ കണ്ടോ? അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഇത് തന്നെയല്ലേ സാറേ സെൻസർ ബോർഡും ചെയ്തേ? സിനിമ കാണാതെ അവർ മുൻവിധിയോടുകൂടി പത്മകുമാർ ചെയ്യുന്ന സിനിമയാണ് ഞാനോ അല്ലെങ്കിൽ സംഘടനയുള്ള ആൾക്കാരോ സിനിമ ചെയ്തില്ലെങ്കിൽ അതൊക്കെ മോശം സിനിമയാകുമെന്ന് കരുതിയല്ലേ സാറേ? എന്നെപ്പോലെയുള്ള സാധാരണക്കാരെ സാർ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? സാറിന് ഒരു കാര്യം അറിയാമോ? ഞാൻ കഴിഞ്ഞ 7 മാസമായിട്ട് ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണിത്. ആ സിനിമ എല്ലാം ഭംഗിയായി തീർന്ന് സെൻസർ ചെയ്ത് കിട്ടി. ഞാൻ തോറ്റ് പേടിച്ചാണ് സെൻസർ ചെയ്ത് കിട്ടിയത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കണമല്ലോ. സൂപ്പർ താരങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരുപാട് പേരുടെ മുഖമാണ് സാറേ, അവരുടെ വയറാണ് സാറേ ആ സിനിമയുടെ കണ്ടൻറ്റ്. സൂപ്പർ താരങ്ങളില്ലെങ്കിൽ തിയേറ്ററിൻ്റെ തിരശ്ശീല കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു ഡിസ്ട്രിബ്യൂട്ടറും വരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ അതിന് ഒപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം സാറിൻ്റെ സംസാരം കേട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറഞ്ഞത് ഇത് വലിയ സിനിമയാണ്, പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ സിബി മലയിൽ പറഞ്ഞല്ലോ അതൊരു ചെറിയ സിനിമയാണെന്ന്. അവാർഡ് സിനിമയ്ക്ക് ഞാൻ പൈസ മുടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സാറേ, എൻ്റെ കഞ്ഞിയിലാണ് സാർ പാറ്റയിട്ടത്. ഞാൻ സാറിനെ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു ചെറിയ സിനിമയാണെന്ന് അല്ലെങ്കിൽ ഇതൊരു അവാർഡ് സിനിമയാണ്, ഇതൊരു മോശം സിനിമയാണ്, ആൾക്കാർ വെറുക്കുന്ന സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. വളരെ വികാരനിർഭരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആരുടെയെങ്കിലും കയ്യും കാലും പിടിച്ച് തിയേറ്റർ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ തിയേറ്റർ കിട്ടിയില്ലെങ്കിൽ തിരശ്ശീല വലിച്ചു കെട്ടി ഞാൻ ഈ സിനിമ പ്രേക്ഷകരെ കാണിച്ചിട്ട് ഏതെങ്കിലും പ്രേക്ഷകർ പറയുകയാണ് ഈ സിനിമ അവാർഡ് സിനിമയാണ്, അത് എൻഗേജിങ് അല്ല, അത് മോശം സിനിമയാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്താം സാറേ. അത്രമാത്രം സങ്കടത്തോടെയാണ് പറയുന്നത്, വികാരത്തോടെ തന്നെയാണ് പറയുന്നത്. ഞാൻ സാറിനെ നേരിട്ട് വിളിച്ച് ഈ സങ്കടം പറഞ്ഞതാണ്, മറ്റൊരാളെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. സാർ ആ സംഘടനയിൽ അംഗത്വം എടുക്കാത്തതൊന്നും മനഃപൂർവ്വം അല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു സംഘടനയിൽ അംഗത്വം എടുത്താൽ ഒരു പ്രൊഡ്യൂസറുടെ പോക്കറ്റാണ് കാലിയാകുന്നത്. സംഘടന പറയുന്ന പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി ഒന്നും കാണില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറേയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് സംഘടനയിൽ ഇത്രയും കാലം മെമ്പർഷിപ്പ് എടുക്കാതെ സാധാരണ കഴിവുള്ളവരെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തത്. ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് കൂടി അതിന് പങ്ക് വീതിക്കാവുന്നതാണ്. സാറിനെ പോലെയുള്ള ആറ്റിറ്റ്യൂഡുള്ള സമൂഹം അത്തരത്തിൽ സിനിമയ്ക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. വല്ലാത്ത സങ്കടമുണ്ട് സാറേ. കാരണം സാർ ഈ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് സാറിന് പോലും മനസ്സിലാവില്ല. സാറൊക്കെ ശീതീകരിച്ച മുറിയിലിരുന്ന് ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ വലിയ വലിയ സിനിമകൾ ചെയ്ത് അത് പരാജയപ്പെട്ടോ നന്നായോ എന്നൊന്നും ചിന്തിക്കാതെ അടുത്ത സിനിമയിലേക്ക് പോകുന്നവരാണ്. ബാക്കിയുള്ള സാധാരണക്കാരുണ്ടല്ലോ, ജീവൻ പണയം വെച്ച് ഓരോ സിനിമയിലും തൻ്റെ ആത്മാവിനെ ഇട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. സാർ ഈ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തിരശ്ശീലയിൽ തെളിയുമ്പോൾ വന്ന് കണ്ടു നോക്ക്. ഈ സിനിമയുടെ ഫയർ സാറിന് അന്ന് മനസ്സിലാകും. അതിൽ ഞാൻ സാറിനെ വെല്ലുവിളിക്കുകയാണ്. സാർ ആ സിനിമ കണ്ടിട്ട് വീണ്ടും മോശമാണെന്ന് പറയുകയാണെങ്കിൽ
അന്ന് നിർത്തും ഞാൻ ഈ പണി. പിന്നെ മറ്റൊരാൾ പറഞ്ഞൊരു വാക്കിതാ, വേറൊരു സംവിധായകനും ഇതേ പ്രശ്നമുണ്ടായി, പക്ഷേ അദ്ദേഹം സംഘടനകളോട് പരാതിപ്പെട്ടില്ല, പേര് ജയന്തി എന്ന് മാറ്റി രക്ഷപ്പെട്ടു. അത് ശരിയാണ്. ഇതിനു മുമ്പുള്ളവർ അതിന് കീഴടങ്ങി, അവർ അതിന് കീഴടങ്ങാതെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ഞാൻ പക്ഷേ തോറ്റ് പിന്മാറിയതല്ല. ഇത് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി പല ആൾക്കാരുടെയും പടിവാതിൽ മുട്ടി. സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന പലരോടും ഈ കാര്യം പറഞ്ഞതാണ്. അവരാണ് എന്നെ ചതിച്ചത്. അത് നിങ്ങൾക്കറിയുമോ? അല്ലാതെ ഞാൻ അത്ര പേടിച്ചൊന്നും ചെയ്തതല്ല. പല പടിവാതിലുകളും മുട്ടിയാണ്, പല നേതാക്കന്മാരുടെയും കാൽക്കൽ വീണതാണ്. അവരൊക്കെ എന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതായാലും JSK ഒന്ന് റിലീസ് ചെയ്യട്ടെ, നിങ്ങൾക്കൊക്കെ അത് ആവശ്യമാണല്ലോ. സൂപ്പർ താരം അതിനകത്തുണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, പണം ചാക്കിൽ കെട്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനകത്ത്. നമുക്കതൊന്നുമില്ല സാറേ. എന്നാൽ ഇതിനകത്ത് സിനിമയെ സ്നേഹിക്കുന്ന, ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പേരുടെ ഹൃദയമുണ്ട് സാർ. അതുകൊണ്ടാണ് പലരുടെയും പടിവാതിൽ ചെന്നിട്ട് ജാനകി എന്ന എൻ്റെ മുത്തശ്ശിയുടെ പേര് മാറ്റാൻ ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞത്. ഒരു തിരക്കഥാകൃത്തും സിനിമ എഴുതുന്നതും ഒരു സംവിധായകൻ സിനിമ മെനയുന്നതുമൊക്കെ അവൻ്റെ ആത്മാംശം ചേർത്താണ്. യഥാർത്ഥ ഫിലിം മേക്കർ, യഥാർത്ഥ സൃഷ്ടാക്കൾ അതിലൊരാളാണ് സാറേ ഞാനും, എന്നെപ്പോലെയുള്ള ഒരുപാട് പേരും. അവരുടെ നെഞ്ചത്താണ് സാർ കത്തി കുത്തി ഇറക്കിയത്. പിന്നെ ഈ മറ്റേ മഹാൻ പറഞ്ഞതുപോലെ ഞാൻ തോറ്റോടിയതൊന്നുമല്ല, ധൈര്യത്തോടു കൂടി തന്നെ ഞാൻ പേര് മാറ്റുകയാണ്. ജാനകിക്ക് പകരം ജയന്തി ആയാലും എൻ്റെ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നെഞ്ചത്ത് അങ്ങനെ അങ്ങ് കഠാര വയ്ക്കേണ്ട എന്ന് കരുതി. കാരണം ആരൊക്കെയോ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ഞാനൊരു കാരണമാകേണ്ടതെന്ന് കരുതിയാണ് ഈ പ്രശ്നം രൂക്ഷമാക്കാതെ ഇരുന്നത്. അധികം മാധ്യമ ശ്രദ്ധ വരുത്താതിരിക്കാൻ ഏതായാലും നിങ്ങൾ ഈ പ്രശ്നം കത്തിച്ചില്ലേ, അതെന്തിനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഏതായാലും കോടതി വിധി വരട്ടെ. ഞാൻ സാറിനോട് പിന്നെയും പറയുകയാണ്, ഞാൻ ഈ സിനിമ തിയേറ്ററിലെത്തിക്കും, അല്ലെങ്കിൽ തിരശ്ശീല കെട്ടി പ്രദർശിപ്പിക്കും. അന്ന് സാറിന് മനസ്സിലാകും യഥാർത്ഥ ഫയർ എന്താണെന്നും സാറിൻ്റെ സംഘടനയ്ക്കുമെല്ലാം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ പൊതുവേ സിനിമാക്കാരുടെ ഒരു ഇതുണ്ട്, വലിയ സംവിധായകരൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റ് ചെറിയ സംവിധായകർ അല്ലെങ്കിൽ ചെറിയ സിനിമ എന്ന രീതിയിൽ അതിനെ തരംതിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ കാണുക. ഇപ്പം സിനിമ ഈ പറഞ്ഞതുപോലെ വലിയ സൂപ്പർ താരങ്ങൾ, മെഗാ താരങ്ങളെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുന്ന സംവിധായകർക്ക് ഈ ചെറിയ സിനിമകൾ, ഇപ്പോൾ ശ്രീനിവാസൻ ഉദയനാണ് താരത്തിലൊരു ഡയലോഗുണ്ട്, അതിൽ സലീം കുമാറിനെ കാണുമ്പോൾ നിങ്ങളൊരു ചെറിയ സിനിമയിലൊക്കെ അഭിനയിച്ച് എന്തോ അവാർഡൊക്കെ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം സലീം കുമാർ പറയും, ഞാനൊരു ചെറിയ സിനിമയിൽ അഭിനയിച്ച് എനിക്കൊരു ഭരത് അവാർഡൊക്കെ കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിൽ അത്തരത്തിലൊരു ഈഗോ നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന സിനിമയെ ഒന്നായിട്ട് കാണാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിനകത്ത് കൂടി ഒരു ആവിഷ്കാരമാണ് നടത്തുന്നത്. ആ ആവിഷ്കാരത്തെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. സിബി മലയിലിനെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ മുതിർന്ന സംവിധായകരാണ്. അപ്പോൾ ഇവർക്കൊക്കെ വലിയ വലിപ്പമുണ്ട്. ആ വലിപ്പം സ്വയം മനസ്സിലാക്കുകയും കൂടി വേണം. എനിക്ക് വലിപ്പമുണ്ട്, അത്രയും വലിപ്പം ഉണ്ടാകുമ്പോൾ അത്രയും വിശാലമാവണം മനസ്സ്, അത്രയും കാഴ്ചപ്പാടും അത്രയും വലുതാവണം. നമ്മൾ അറിയാതെയോ അറിഞ്ഞോ പറയുന്ന വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകിടം മറിയരുത് എന്നുള്ളതിൻ്റെ ശ്രദ്ധ പുലർത്തണം. ആ ശ്രദ്ധ, ആ ഒരു ജാഗ്രത ഇല്ലാതെ പോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, ഈ പറയുന്ന കാണുന്നത് എന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സിബി മലയിലിനെ പോലുള്ള സംവിധായകർ അത്തരത്തിലൊരു ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകന് ഡിസ്ട്രിബ്യൂട്ടറിനെ നഷ്ടമാകില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വലിപ്പം കൂടുമ്പോൾ നമ്മുടെ മനസ്സും വലുതാവണം, നമ്മുടെ കാഴ്ചപ്പാടും വലുതാവണം. ഇതിന് പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സിബി മലയിൽ അതിന് ഒന്ന് ഇടപെട്ടാൽ നന്നായിരിക്കും. അല്ലാത്ത ഈ പറയുന്ന നമ്മുടെ ഒരാളുടെ സിനിമയെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.